ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്ത്യൻ ട്രാൻസ്ഫർ ജാലകത്തിൽ ഇപ്പോൾ കാര്യമായ നീക്കങ്ങൾ ഒന്നും നടക്കുന്നില്ല. മോഹൻ ബഗാൻ മാത്രമാണ് താരങ്ങളെ സ്വന്തമാക്കുന്ന പ്രക്രിയ ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ മറ്റുള്ള ക്ലബ്ബുകൾ എല്ലാവരും നിശ്ചലാവസ്ഥയിലാണ്. കാരണം ISLന്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ലഭിക്കേണ്ടതുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകൾ തങ്ങളുടെ പ്രവർത്തനങ്ങൾ സസ്പെൻഡ് ചെയ്യുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു. അതുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നും ട്രാൻസ്ഫർ ജാലകത്തിൽ ഇപ്പോൾ ആക്റ്റീവ് ആകാത്തത്. ഏതായാലും എന്നാണ് ഇന്ത്യയിലെ ട്രാൻസ്ഫർ ജാലകം തുറക്കുക? ഇതുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ കൺഫർമേഷൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നൽകിയിട്ടുണ്ട്. അതായത് ജൂൺ 12-ാം തീയതിയാണ് ട്രാൻസ്ഫർ ജാലകം ഓപ്പൺ ചെയ്യുക. ഓഗസ്റ്റ് 31-ാം തീയതിയാണ് അവസാന തീയതി. അതായത് ജൂൺ 12-ാം തീയതി മുതൽ ഓഗസ്റ്റ് 31-ാം തീയതി വരെ ട്രാൻസ്ഫർ വിൻഡോ തുറന്നു കിടക്കും എന്നുള്ളതാണ്. ഇനി ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിന്റെ തീയതിയും ഇവർ പുറത്ത് വിട്ടിട്ടുണ്ട്. ജനുവരി 1-ാം തീയതി മുതൽ ജനുവരി 31-ാം തീയതി വരെയാണ് ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിന്റെ ഒരു കാലയളവ്. ഈ കാലയളവിനുള്ളിൽ പുതിയ താരങ്ങളെ രജിസ്റ്റർ ചെയ്യാം എന്നാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അറിയിച്ചിട്ടുള്ളത്. ജൂൺ 12-ാം തീയതിയാണ് ട്രാൻസ്ഫർ ജാലകം തുറക്കുക. പക്ഷേ ക്ലബ്ബുകൾ ആരും തന്നെ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല. മോഹൻ ബഗാൻ മാത്രമാണ് നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ISLന്റെ കാര്യത്തിൽ ഒരു വ്യക്തമായ വിവരം ലഭിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് ഇന്ത്യയിൽ ട്രാൻസ്ഫർ ജാലകം ആക്റ്റീവ് ആവുകയുള്ളൂ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.